കേട്ട വചനത്തിൽ നിന്ന് നമുക്ക് അതിലെ ലഭിച്ചിരിക്കുന്ന ചിന്തകളിലേക്ക് നമുക്കൊന്നുകൂടി പോകാം. ഹല്ലേലൂയ. Let's just go back to the thoughts that we just received. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യമാണ് ചാക്കോച്ചാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. Chakochan Apachan mentioned from book of Daniel chapter 12 verse 3. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രം പോലെ തിളങ്ങിക്കൊണ്ടിരിക്കും. Those who lead many to righteousness will shine like stars. ഹല്ലേലൂയ. ഈ പുതിയ Hallelujah. വർഷത്തിൽ നക്ഷത്രമായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. There's only one thing. കർത്താവിന്റെ നീതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഇനി ഞാൻ നീതിമാനല്ല, ഞാൻ കർത്താവിൽ നീതിയാകുന്നു എന്ന ബോധ്യത്തിലേക്ക് വരിക. I'm not a righteous person, I am the righteousness of God. Listen to me, you are no more a righteous person, you are the righteousness of God in Christ You Jesus. are not a righteous person, you are the righteousness of നമ്മൾ God in Christ പലപ്പോഴും Jesus. നമ്മൾ ഈ പഴയ നിയമത്തിന്റെ ആശയങ്ങളെ പിടിക്കുന്നത് കൊണ്ടാണ് പുതിയ നിയമത്തിനകത്ത് കർത്താവ് തന്നത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. We are holding on to the ways of the Old Testament. We don't understand what the New Testament is all about. നിങ്ങൾ കയറി വന്നപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ക്രിസ്മസ് ട്രീ When you saw a Christmas tree, probably some of you were offended. അത് എന്തൊരു പിശാചിന്റെ അടയാളം പോലെ പലർക്ക് തോന്നുന്നത്. It looks like a symbol of the devil. ഇല്ല, ഏദൻ തോട്ടത്തിന് പ്രതിദാനം ചെയ്തത് മരണമാണെങ്കിൽ ക്രിസ്തുവിലുള്ള പുതിയ വൃക്ഷത്തെ കാണിക്കുന്നതാണ് ആ മരമെന്ന് വിചാരിക്കണം. Consider this as a new tree instead of the tree that made man fall in the Garden of Eden. എനിക്ക് തോന്നി എന്തിനീ വഴക്കുണ്ടാക്കാൻ വേണ്ടി ആശയങ്ങൾ കണ്ടെത്തുന്നത്. ഡിസംബർ 25-ാം തീയതി കർത്താവ് ജനിച്ചിട്ടില്ലെന്നുള്ളത് പരമാർത്ഥമായ കാര്യമാണ്. Why are we finding topics to fight? Everybody knows for sure that Jesus was not born on December 25th. എന്റെ ബ്രദറെ വഴക്കുണ്ടാക്കാതെ താങ്കളൊന്ന് പറ ഏത് ദിവസമാണ് ജനിച്ചെന്ന്. And without fighting, you please tell me which day Jesus was ഒരു born. ദിവസം ജനിച്ചിട്ടുണ്ടല്ലോ. One day Jesus was born. ആ ജനിച്ച ദിവസം 25 വിശ്വസിച്ച എന്താ കുഴപ്പം? What is the problem if you just believe it's December 25th? അങ്ങനെയാണെങ്കിൽ ഈ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ ആണ്ടർതി എന്ന് പറഞ്ഞു കൂടിയിരിക്കരുത്. If that is the case, then you shouldn't gather on December 31st for the year-end meeting. അത് കൂടാമെങ്കിൽ എന്തുകൊണ്ട് ഈ 25-ാം തീയതി ആഘോഷിച്ച എന്താ കുഴപ്പം? If you can go for a year-end meeting, what is the problem in celebrating Christmas? ഇതോ ഈ നമ്മുടെ ഒക്കെ വീടുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടർ ഇവിടെ ശ്രദ്ധിച്ച് ഗ്രിഗറി മാർപ്പാപ്പ ഉണ്ടാക്കിയ കലണ്ടർ ആയത്. The calendar that we all have at home is by Gregory the Pope. മാർപ്പാപ്പ കലണ്ടർ ഉണ്ടാക്കിയപ്പോ നമ്മുടെ വീട്ടിൽ തൂക്കിയിടുന്നതിന് കുഴപ്പമില്ല. We don't have a problem hanging the Gregorian calendar at our home. ആ കലണ്ടർ അനുസരിച്ചല്ലേ നമ്മൾ പലതും ചെയ്യുന്നത്. We do many things according to this calendar. ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ. Even Sunday is a holiday based on that calendar. അതിനെ തിരിച്ചറിയുക, അതിനെ ഉൾക്കൊള്ളുക. Recognize that and accept that. അങ്ങനെ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ. Only then we will have peace. ആ പറഞ്ഞ സന്ദേശത്തിനകത്ത് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കണമെങ്കിൽ വാക്കെ പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ആരെ നയിക്കാനൊക്കത്തില്ല. If you are going to hold on and fight about these words, we cannot lead many to Christ. കാര്യം മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയത്തില്ലെങ്കിൽ ഏത് മനുഷ്യനോടാണ് ഈ സ്നേഹത്തെ നമ്മൾ പ്രകടമാക്കുന്നത്? If we can't accept man as a human being, with whom can we share the love of God? നമ്മൾ സമരിറ്റന്റെ കഥ, ശമരിയക്കാരന്റെ കഥ പഠിക്കുമ്പോൾ ആ കിടന്നത് അമ്മാച്ചന്റെ കൊച്ചുമോനൊന്നും അല്ല ഇവിടെ കിടന്നത്. When we read about the story of the Samaritan man, അയാളുടെ കുലമോ ജാതിയോ നിറമോ ഒന്നും ഈ വരുന്നവൻ നോക്കുന്നില്ല. and the person whom he took care was not his relative or same caste. ദൈവത്തെ അറിയാമെന്ന് പോലും അവൻ ചോദിക്കുന്നില്ല. He did not even ask, do you know God? There we fail. നമ്മുടെ ചോദ്യങ്ങളാണ് നമ്മളെ ആരെയും ക്രിസ്തുവിലേക്ക് നയിക്കാത്തത്. The questions that we raise often repel people from നമ്മളൊരു Jesus. ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ടാണ് ഒരാളുടെ അടുക്കൽ സമീപിക്കുന്നത്. അല്ല, അവൻ ആയിരിക്കുന്ന സ്ഥിതിയിൽ അവനെ സ്നേഹിക്കാൻ കഴിയുമോ? We make a questionnaire and approach a person, but can you love him the way he is? ഞാൻ ഒരിക്കൽ ഒരു ഉദാഹരണം പറയുന്നത് വേറൊന്നിനും വേണ്ടിയല്ല. ഞാൻ രാത്രിയിൽ ഒരിക്കൽ പോകുമ്പോൾ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഒരു മനുഷ്യൻ സ്കൂട്ടറിൽ നിന്ന് വീണ് റോഡിൽ കിടക്കുക. One day I found a man who was drunk and lying on the road. ഞാൻ പണ്ടെന്ന് എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുടിയന്മാരെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമായിരുന്നു. ഇയാളോട് എനിക്ക് സഹതാപം തോന്നി. പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി ഇറങ്ങി ചെന്ന് ചോദിച്ചു, എന്തോ പറ്റി, ഇന്ന് അല്പം കൂടിപ്പോയെന്ന് തോന്നല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞ. അന്ന് എന്നോട് പറയാ, സത്യമാ ചായ ഇച്ചിരി കഴിച്ചത് കൂടിപ്പോയി, എന്റെ സ്കൂട്ടർ ഒന്ന് പൊക്കി തരാമോ? വേറെ ഒന്നും ചോദിച്ചില്ല, സ്കൂട്ടർ പൊക്കി കൊടുക്കാന്ന് ചോദിച്ചത്.
So usually when I find drunkards on the road, I always hated them. But this time I went to him, stopped my vehicle and asked him, did you drink a little too much? He said, yes. Can you please help me with my scooter? And I helped him. അടുത്ത കാര്യം നിങ്ങൾ കേൾക്കണ്ടേ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, സ്കൂട്ടർ നാളെ രാവിലെ ഒന്ന് എടുക്കാം. So I told him, I will drop you in my vehicle, you take your scooter the next day. അയാൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയാം, അത് ചോദിച്ചപ്പോഴേ ഞാൻ കുടിച്ചതിന്റെ ലഹരി പോയെന്ന്. The moment you asked me that question, I came out of ചിലവരുടെ ഒക്കെ തലയ്ക്കകത്ത് സുബോധം വരുത്തണമെങ്കിൽ നമ്മൾ ചില ഇസങ്ങളെ വിടണം. To make him come out of that intoxication, you have to leave some isms to win some people. മനുഷ്യനെ മനുഷ്യനായി കാണുക. See him as a man. Do you know who you are? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഒരു തീപ്പെട്ടി ക്രിസ്ത്യാനിയായിട്ട് മാറുകയാണ്. Don't become a matchbox Christian. ഒരു കൂട്ടിനകത്ത് കയറി അടച്ചിട്ട് ഇതാണ് എന്റെ ലോകം എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ 2.5% താഴെയോട്ട് ഈ ഇന്ത്യയിൽ ഇപ്പോഴും ക്രിസ്തീയത കിടക്കുന്നത്. You are shutting yourself down into a small matchbox. That is why India still has only 2.5%. ഒരു നക്ഷത്രം തൂക്കിയിട്ടാൽ അതിനെ മുറനെ കണ്ടെത്തുകയാണ്. If somebody hangs a star, you find fault with that. ഞാൻ പറഞ്ഞില്ലേ, നക്ഷത്രം തൂക്കിയാൽ നീ ഒന്നും അല്ലെങ്കിൽ കർത്താവിനെ ഉയർത്താണ്. ഓ ഇല്ല, ഇത് നമുക്ക് പറ്റിയതല്ല. And somebody puts a star, you say, oh, that is not appropriate. ചുമന്നത് ഇടാനൊക്കത്തില്ല. ഞാൻ ചുമന്നത് ഇടും, എല്ലാം നിറവും ഇടും. You can't wear red. വെള്ള ഇടാനൊക്കത്തുള്ളൂ. വരണമെങ്കിൽ വെള്ള വന്നാലേ കിട്ടത്തുള്ളൂ എന്നാ ചിലർ പ്രസംഗിക്കുന്നു. Some people preach that if you come, you must come in No, white. no, no, no. ഇതൊന്നുമല്ല. നീ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന സമയത്ത് അവന്റെ സകല കെട്ടുകളും പൊട്ടും. When you see man as man, your bondages will be broken. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യരെല്ലാം പ്രശ്നത്തിന് അടുത്തിരിക്കുന്ന ആളുടെ പ്രശ്നം വല്ലതും നിങ്ങൾക്ക് അറിയാമോ? എല്ലാ മനുഷ്യനും പ്രശ്നത്തിനകത്താ. Everyone is in some sort of a trouble. ആ പ്രശ്നത്തിൽ ഇരിക്കുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവരാനാണ് ഈ സ്നേഹം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നത്. And to bring that man out of his trouble is why this love came അതുകൊണ്ട് down. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ സ്നേഹിച്ചവനാണ് ഇവൻ. In Romans 5 we read that while we were yet sinners, നിന്നെ he കഴുകി വിശുദ്ധിയിൽ കൊണ്ടുവന്നപ്പോൾ സ്നേഹിച്ചവനല്ല, നീ ഒന്നിനും കൊള്ളാതിരിക്കുമ്പോൾ നിന്നെ സ്നേഹിച്ചവനാണ്. He is not someone who loved us after cleansing us from sin. He loved us while we were yet with sin. നമ്മൾ പറഞ്ഞു കേട്ടാൽ അവര് നമുക്ക് കൊള്ളാവുന്നവര്, അല്ലെങ്കിലോ You love others if they listen to you. അതുകൊണ്ടാണ് നമ്മൾ ഈ സാൽവേഷൻ പ്രയർ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അല്ലേ അല്ല. That is why you make them say the ഒരുത്തൻ salvation ചങ്കിലെ prayer. ചോര നൽകി കുരിശിൽ മരിച്ചത് കൊണ്ടാണ് ഈ രക്ഷയുണ്ടാകുന്നത്. Not because they said the salvation prayer, but because somebody shed his blood on the cross, you are saved. ഞാൻ പറയുന്നത് സൂചേട്ടൻ പറയാനുള്ളതല്ല, സൂചേട്ടൻ ജീവിച്ചു കാണിക്കാനുള്ളത്. I always say the gospel is to be lived. നീ പറഞ്ഞു ഇന്നുവരെ ആരും മാറുന്നില്ലോ, നീ ഒന്ന് ജീവിച്ചു കാണിച്ച് അപ്പൊ ആരെല്ലാം മാറത്തില്ല. If you speak the gospel and no one has transformed it, you live the gospel. That is why he established his kingdom. അവന്റെ രാജ്യം അവൻ സ്ഥാപിതമാക്കിയത് ഇതിനു വേണ്ടിയാ. This is the reason why he established his kingdom. Hallelujah. Hallelujah. വീട്ടിൽ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, 10 സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. If you only 1 star at home, hang 10 ചിലവരെയൊക്കെ stars. കണ്ണ് കടിക്കണമെന്ന് ഞാൻ പറയുന്നത്. Some people should think about it. ചിലര് നോക്കി പ്രാഗിട്ട് പോണെന്നാ പറയുന്നത്. Some people might curse you because of the അതുകൊണ്ട് star. ലൂക്കോസ് 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയും, മനുഷ്യൻ നിന്നെ ദ്വേഷിച്ച് വെടക്കെന്ന് വിളിക്കുമ്പോ ഈ അനുഗ്രഹം വർദ്ധിക്കുന്നു വിചാരിച്ചോണം. Luke 6:22 says, when men call you as evil, your blessings will ഈ increase. സാന്റാക്ലോസ് നമ്മുടെ ഉപ്പാപ്പന്റെ ആരുമല്ല, ഇവിടെ ആരുമല്ലത്. Even Santa Claus is not related 2 to us. പിള്ളേർക്ക് മുട്ടായി കൊടുക്കുമ്പം അവൻ യേശുവിനെ അറിയാൻ പറ്റുന്നെങ്കിൽ സാന്റാക്ലോസിൽ ഏത് വേഷവും നീ കെട്ടിക്കോണം. But if you're going to take the form of a Santa Claus and give 2 chocolates to somebody and win that person, please be a ചിലർ ഇതിന്റെ Santa ഇടയിൽ Claus. വിചാരിക്കുക ദുരുപദേശകൻ എന്നെ കാണുന്നുണ്ടായി, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. Maybe you think that I'm teaching the wrong doctrine. കർത്താവിനെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ഏത് വേഷവും കെട്ടി കർത്താവിനെയാ കൊടുക്കുന്നത്. Whatever form you come, you give them Jesus. ഇത്രയും വലിയ കുഴപ്പം ആമേൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമെങ്കിൽ തല ക്ഷൗരം ചെയ്യുമായിരുന്നോ പൗലോസ്? If it was a big problem, would Paul have shaved his head? എല്ലാം ചെയ്യാൻ പറ്റും. It's possible to do everything. ഒരുത്തനെ ക്രിസ്തുവിലേക്ക് നേടുവാൻ ഏത് ആഘോഷങ്ങളെ ആഘോഷമാക്കിക്കോണം. To win someone for Christ, make any occasion a celebration. എന്നോട് ചേർന്ന് എത്ര പേര് പറയുന്നു? How many of you can join with me? അതാ ദാനിയേൽ 12:3 പറയുന്നത്, നീ നീതിയിലേക്ക് തിരിക്കുന്നവനാണെങ്കിൽ നീ നക്ഷത്രം പോലെ തിളങ്ങും. If you lead many
to righteousness, you will നീ shine like നീ stars. if you are a matchbox Christian, നീ ഒരു തീപ്പെട്ടിക്കൊള്ളി ക്രിസ്ത്യാനിയാണെങ്കിൽ ആരെയും നീ തിരിക്കാൻ പോകുന്നില്ല. കുറെ നാൾ കഴിയുമ്പോൾ ഇതിനകത്തിരിക്കുന്ന കോലയിലെ മരുന്ന് കെട്ടുപോയി സൈഡിൽ ഒരച്ചാൽ പോലും കത്തത്തില്ല. പിന്നെ If you are going to be a matchstick Christian, you will not win anyone for Christ. പലരുടെ ഇരിപ്പ് അങ്ങനല്ലേ, തണുത്തുപോയി. ഈ മരുന്ന് എന്തിനു കൊള്ളാം? പുറത്ത് ഒരച്ചാ കത്തുന്ന സാധനം ഉണ്ടായിരുന്നു, അത് ചൂട് പിടിച്ചിരിക്കുമ്പോൾ നീ കത്തിച്ചോണം. Many have become cold and you are not able to win anyone for Christ. തണുത്തുപോയ എന്തിനു കൊള്ളാം? If you are cold, what is the use? നിങ്ങളെ തന്നെ പരിശോധിച്ച്, തണുത്താണോ ഇരിക്കുന്നത്? Are you cold? അതോ ചൂട് പിടിച്ചിരിക്കുമോ? ആത്മാവിന്റെ ചൂടുണ്ടോ? Do you have the warmth of the Holy ഹല്ലേലൂയ. Spirit? കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷവും പോകും, ഇനി 365 ആ വർഷവും പോകും, നമ്മൾ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. In few days, this year will pass, next year will pass, we remain the same. ഹല്ലേലൂയ. Hallelujah. മാറ്റം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നവൻ കർത്താവിന്റെ കയ്യിലെ നക്ഷത്രമാണ്. Those who think that a change is required, they become stars in the hands of the Lord. അത് ഇനി വരാൻ പോകുന്ന കാര്യമൊന്നുമില്ല. ഇപ്പം തന്നെ നീ കർത്താവിന്റെ കയ്യിലെ നക്ഷത്രമാണെന്ന് വിശ്വസിക്കുവാണെങ്കിൽ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 21 നിന്റെ മേൽ വന്നു കഴിഞ്ഞു. If you believe that you belong to the Lord, Revelation 1:21 is made true in your life. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്ന കാര്യം, സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് ഞാൻ എന്തോ അതിന് കർത്താവിന്റെ കയ്യിലാണ്. Whatever it is, I am in the hands of the Lord. മെസ്സഞ്ചർ ഓഫ് ദി ചർച്ച്, സഭയുടെ ദൂത് നൽകുന്നവൻ കർത്താവിന്റെ കയ്യിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലെ ഇരിക്കും. The messenger of the church is like a star shining in the hands of the Lord. കുത്തുപ്രസംഗമല്ല, ഏതവനെ നശിച്ചു പോകുന്നതിനെ രക്ഷ കാണിച്ചു കൊടുക്കുന്നവനാണെങ്കിൽ. If you are someone who lead many to salvation. ഈ പാടുന്നവരൊക്കെ ഒന്ന് കയറി നിന്നേ. All singers, please come. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കർത്താവിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നവന് ഇവൻ രക്ഷകനായ ദൈവമാണെന്ന് വിശ്വസിക്കും. Those who truly receive Jesus believe that he is our savior. ഹല്ലേലൂയ. Hallelujah. ഏത് തരത്തിലുള്ള സുവിശേഷ സന്ദേശമാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്? What kind of gospel message is in your heart? മനുഷ്യനെ വട്ടം കറക്കുന്നതാണോ, മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നതാണോ? Is it a message that confuses people? Is it a message that frees people? മനുഷ്യന് സ്വാതന്ത്ര്യം നൽകാനാണ് യേശു വന്നത്. Jesus came to free man. ഒന്ന് കേറിക്ക മക്കളെ, ഇവിടെ വായിക്കുന്നവരൊക്കെ ഒന്ന് കയറി നിന്നേ. എന്നിട്ട് ആ ജി കോഡൊന്ന് പിടിച്ച്, ജിയോ എ ഒക്കെ ഒന്ന് പിടിച്ചേ. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന സന്ദേശം അല്ലാതെ കൊടുക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശത്തിന് വേണ്ടി ആഗ്രഹിക്കണം. If there is somebody who is not giving the message of freedom, desire the message of freedom. പണിത് പിന്നെയും മനുഷ്യനെ ചെറിയ ചെറിയ മാച്ച് ബോക്സിനകത്ത് ആക്കാതെ അവന് സ്വാതന്ത്ര്യം കൊടുത്തു. Please don't keep building and put people in a matchbox. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവർത്തികൾ അതിശയമേ. സർവഭൂമിക്കും രാജാവും നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ, നിന്റെ പ്രവൃത്തികൾ അതിശയമേ. നിന്റെ പ്രവൃത്തികൾ അതിശയമേ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ
നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. സർവഭൂമിക്കും സർവഭൂമിക്കും രാജാവാകലത്തു എന്ന് പറയുമോ? ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോ, എന്നെ വീണ്ടെടുത്തോനും നീയേ. നിന്റെ പ്രവൃത്തികൾ, നിന്റെ പ്രവൃത്തികൾ സർവഭൂമിക്കും രാജാവും നീ. സർവഭൂമി കരങ്ങളെ ഉയർത്തി യേശുവേ നീ. ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോ, എന്നെ വീണ്ടെടുത്തോനും നീയേ. നിന്റെ പ്രവൃത്തികൾ, നിന്റെ പ്രവൃത്തികൾ അതിശയമേ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്റെ രക്ഷ, എൻ രക്ഷയായ ദൈവം, എൻ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. You alone
സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. നോക്കിയെന്ന് പറഞ്ഞു. നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ. കരങ്ങളെല്ലാം ഉയർന്നിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഈ ക്രിസ്മസ് കാലയളവ് എന്റെ മാത്രമല്ല, എന്റെ ഭവനത്തിൻ്റെതും മാത്രമല്ല, മറിച്ച് ഞാനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സമൂഹത്തിലേക്കും
എന്നിൽ കൂടി ആ വലിയ സുവിശേഷത്തെ അറിയിക്കുവാൻ ബാധ്യതയുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അവന്റെ മരണം ആദാമേ നീ അനുസരിച്ചു കാണത്തില്ലായിരിക്കാം, പക്ഷെ ഒരുത്തൻ എനിക്ക് വേണ്ടി അനുസരിക്കുന്നവൻ, അനുസരണക്കേടിനാൽ പാപം മരണമുണ്ടായെങ്കിൽ എന്റെ കർത്താവ് അവൻ അനുസരണത്തിൽ തികവുള്ളവനായി തീർന്നപ്പോൾ അവൻ സകലവർക്കും രക്ഷയ്ക്കും കാരണഭൂതനായി തീർന്നു. അതുകൊണ്ട് എന്റെ അനുസരണമല്ല, എന്റെ പ്രവൃത്തികളല്ല, എന്റെ പ്രവൃത്തികൾ കറപുരുണ്ട പോലെ തുണിയാണെങ്കിൽ എന്റെ യേശു കാൽവറിയിൽ എനിക്ക് വേണ്ടി ചെയ്തത് അവന്റെ പ്രവൃത്തിയാൽ എനിക്ക് രക്ഷ ലഭിച്ചിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടിട്ട് പറ, എന്റെ യേശു കാൽവറിയിൽ യാഗമായി തീർന്നത് കൊണ്ട്, അവൻ പൂർണ്ണ അനുസരണം ഏറ്റെടുത്തത് കൊണ്ട്. എബ്രായർ 2:7 ചാക്കോച്ചാൻ സൂചിപ്പിച്ചു പോയത്, മനുഷ്യനെ ദൂതന്മാരെക്കാട്ടിലും അല്പം താഴ്ത്തിയാണ് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അവന്റെ അകത്ത് ഊതിക്കെട്ടിയ ശ്വാസമാണെങ്കിൽ, ഉണ്ടാക്കപ്പെട്ട ശ്വാസമാണെങ്കിൽ, എന്റെ യേശു ഇതുവരെ ഉണ്ടാക്കപ്പെടാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ജീവനാണെങ്കിൽ ആ ജീവനെ, ആ നിത്യജീവനെ എനിക്കും നിനക്കും നൽകി. അതുകൊണ്ടാണ് മരണത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല, രോഗത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല, ഈ ശാപത്തിന് എന്റെ മേൽ കർത്തൃത്വമില്ല. കാരണം എന്റെ അകത്തിരിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത ജീവനാണ്. അത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നിന്റെ സ്വാതന്ത്ര്യമാണ്. അത് നീ വിശ്വസിക്കുന്നുണ്ട് നിന്റെ പങ്കപ്പാടുകൾ തീരുക. നീ മരിക്കുമ്പോൾ തീരുന്നിടമല്ല. അതാ യേശു ലാസറിന്റെ വീട്ടിൽ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നീ അവിടെ ഇരുന്ന് കരയുന്നത് മരണം കൊണ്ട് തീരുകയാണ്. അല്ലല്ല, ഈ മരണത്തിന് ഞങ്ങളെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് 118 സങ്കീർത്തനക്കാരൻ 17 വാക്യത്തിൽ പറയുന്നത്, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഈ ക്രിസ്മസ് കാലയളവിൽ നിന്റെ മേൽ മരണമല്ല വരട്ടിയത്, ജീവനിൽ വാഴുന്നവൻ. You have to reign. നീ വാഴണം. എങ്ങനെ വാഴണം? ഒരു രാജാവിനെ പോലെ വാഴണം. ഇന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറ, എന്റെ വാഴ്ച രാജാവിനെ പോലെ. നിങ്ങൾ കേട്ടെ, ഒരു രാജാവ് രാജ്യമുണ്ടാക്കിയാൽ രാജാവും പ്രജകളുമാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല. രാജാവും രാജാക്കന്മാരും അടങ്ങി വാഴുന്നതാണ് ദൈവത്തിന്റെ രാജ്യം. For that you and me, we are kings. We have to reign like a king. ഒരു രാജാവിനെ പോലെ വാഴണം. രാജാക്കന്മാർക്ക് അധികാരങ്ങളേ ഉള്ളൂ. നീ സാമ്പത്തിക തകർച്ചയിൽ കിടക്കുവാണെങ്കിൽ നിന്റെ അധികാരത്തിന്റെ ശബ്ദത്തെ പുറത്തുകൊണ്ടിരിക്കുക. നീ രോഗത്തിന്റെ പിടിയിൽ കിടക്കുകയാണെങ്കിൽ നിന്റെ അധികാരത്തിന്റെ ശബ്ദത്തെ കൊണ്ടിരിക്കുക. ഒന്നിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. അതുപോലത്തെ അവസ്ഥയിൽ നിന്നെ അവൻ ആക്കി വെച്ചിരിക്കുക. പുതിയ വർഷത്തിലേക്ക് കയറുമ്പം ദീനക്കിടക്കയുമായിട്ടല്ല കയറേണ്ടത്, ട്യൂബുമായിട്ടല്ല കയറേണ്ടത്, ബാങ്ക്രപ്സിയിലല്ല നീ കയറേണ്ടത്. മറിച്ച് പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ എന്റെ കർത്താവ് എനിക്ക് തന്ന സമൃദ്ധമായ ജീവനിൽ ഞാൻ വാഴുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുടെ പറ, 2024 വരെ എന്നെ നീ കളിപ്പിച്ചു. ഇതാ യേശു പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ച്, യേശു പറഞ്ഞത്, അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണ് കള്ള ടീച്ചേഴ്സ് വന്നത്. കേട്ടെ, പരീക്ഷന്മാരെ നോക്കിയിട്ടാ പറയുന്നത്, ഈ പഠിപ്പിക്കുന്നവൻ നിന്നെ അറുത്തും മുടിച്ച് നിന്നെ മോഷ്ടിച്ച് ഒന്നുമില്ലാതെ നിന്നെ നഗ്നനാക്കും. ഞാൻ വന്നത് ഈ ന്യായപ്രമാണങ്ങൾ നിങ്ങളെ ഒന്നുമില്ലാത്തവനായി നിന്റെ നഗ്നത വെളിപ്പെടുത്തുമ്പോൾ ഞാൻ വന്നത് ജീവൻ തരുവാനും സമർത്ഥമായ ജീവൻ തരുവാനും. ആരെങ്കിലും ന്യായപ്രമാണം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിർത്തിയിട്ട് കൃപയുടെ സന്ദേശത്തിലെ കയറുക. പൗലോസ് പറയുന്നത്, ഇനി നിങ്ങൾ പാപത്തിന് അധീനരല്ലാതെ ആകയാൽ, നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിന്റെ മേൽ കർത്തൃത്വം ചെയ്യുകയില്ല. You are no more a sinner. നീ പാപിയല്ല, നീ ദൈവത്തിന്റെ പൈതലാ. ഇതെപ്പം നീ വിശ്വസിക്കുന്നു അന്നേരം നിനക്ക് ഫ്രീഡം ഉണ്ടാകുന്നു.
നീ കാണുന്നെല്ലാം കുഴപ്പമാണെന്ന് വിചാരിച്ചാൽ ഒരു ക്രിസ്മസും നിന്നെ സഹായിക്കത്തില്ല, ഒരു ഈസ്റ്ററും നിന്നെ സഹായിക്കത്തില്ല, ഒരു പുതുവർഷവും നിന്നെ സഹായിക്കത്തില്ല. എന്നും നീ ക്രിസ്തുവിൽ സ്വതന്ത്രനാണെന്ന് വിശ്വസിക്കുന്നു, അന്നു മുതൽ നീ വാഴുന്ന ജീവനിലേക്ക്. റോമർ 5:17 എന്നെ ഒന്ന് കാണിച്ചേ വേഗത്തിൽ. ഏകന്റെ ഇവിടെയുണ്ട്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന പറഞ്ഞ് ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആംപ്ലിഫൈഡ് വേർഷനിലൊക്കെ എഴുതിയിരിക്കുന്നത് ഏറ്റവും അധികമായി നീ ഒരു രാജാവിനെ പോലെ, യു വിൽ റെയിൻ ആസ് ലൈക്ക് എ കിങ്. ഇവിടെ ഇരിക്കുന്ന രാജാക്കന്മാരൊക്കെ ചേർന്നൊരു സ്വതന്ത്രം പറഞ്ഞു. 4 പാട്ടും കേട്ട് ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് പോകാനല്ല നിന്നെ വിളിച്ചത്. ഈ പാട്ടിന്റെ അപ്പുറത്തായി നിനക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ പേരാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. നിന്റെ ഓഴപ്പത്തരങ്ങൾ വിട്ട് ഇന്ന് രാത്രിയിൽ you have to be a true Christian. ആ തീപ്പെട്ടി കൂടിനകത്തുനിന്ന് പുറത്തിറങ്ങി വന്നേ. നിന്നെ ആരും ഉപയോഗിക്കത്തില്ല. ഒരു കൂടിനകത്താക്കി വെച്ചിരിക്കുന്ന തീപ്പെട്ടി ഉപയോഗിക്കാൻ മറന്നുപോകും. നീ പുറത്തോട്ട് ഇറങ്ങിക്കേ. നീ കത്തുവാൻ പരുവത്തിലിരിക്കുന്ന നിന്റെ അകത്തെ ആത്മാവിന്റെ ശക്തി അത്രമേൽ വലുതാണ്. ഒന്ന് ഒരസിയാൽ മതി. അതിനെ ഈ കൂട്ടായ്മയ്ക്കകത്തൊക്കെ വരുന്നത്. കൂട്ടായ്മയ്ക്കകത്ത് വഴക്കല്ല ഉണ്ടാകേണ്ടത്, ഉരസൽ, ഒരു റബ്ബിങ് നടക്കുമ്പോൾ നീ കത്താ തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. പണ്ട് കാലത്ത് തീപ്പെട്ടിയൊന്നുമില്ല, കല്ല് വെച്ച് ഒരച്ച കത്തിച്ചത്. അതും മതി. നിനക്ക് കരിമരുന്നൊന്നും കാണത്തില്ല. പക്ഷെ നിന്റെ അകത്ത് നിന്റെ കൂട്ടായ്മ തരുന്നവൻ, നിന്നെ കത്തിക്കുന്നവനാണെങ്കിൽ നീ കത്തുക തന്നെ. ഇത് രാത്രിയിൽ ഹല്ലേലൂയ നക്ഷത്രമായി തീരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ആ വാക്കങ്ങനെ കിടക്കുന്ന അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവൻ. ദാനിയേൽ 12:3 അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവൻ. ഇന്ന് വരെ തിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നൊരു തീരുമാനം എടുക്കുക. അനേകരെ നോക്കിയേ, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും. ബുദ്ധിമാന്മാർ അങ്ങനെ ഇരിക്കട്ടെ അവിടെ. എന്നാൽ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും. ഹല്ലേലൂയ. എന്നും എന്നേക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഞാനൊരു നക്ഷത്രമായിരിക്കുവാൻ ആഗ്രഹിക്കുക. അത് എവിടെയും അല്ല, കർത്താവിന്റെ കയ്യിലെ നക്ഷത്രം. വെളിപ്പാട് 1:21. ഹല്ലേലൂയ. കർത്താവിന്റെ കരത്തിലെ നക്ഷത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ കരമെല്ലാം ഉയർത്തിയിട്ട് കർത്താവിനോട് പറ, ഫ്രം ടുഡേ ഓൺവേർഡ്സ്, ഇന്ന് തൊട്ട് എനിക്ക് കർത്താവേ നിന്റെ കയ്യിലെ നക്ഷത്രമായിട്ട് എനിക്കിരിക്കണം. ഹല്ലേലൂയ. ആരാണ്ട് കത്തിച്ചുവിടുന്ന നക്ഷത്രമല്ല, നിന്റെ ആത്മാവിനാൽ ജ്വലിക്കുന്ന ഒരു നക്ഷത്രമായി എനിക്ക് എന്നും പ്രകാശിക്കണം. പറഞ്ഞേ, അതൊരു തേഴ്സ്റ്റ് ആയിട്ട് മാറട്ടെ. ലെറ്റ് ദാറ്റ് ബി യുവർ തേഴ്സ്റ്റ്. ഇന്ന് രാത്രിയിൽ നീ പറഞ്ഞേ, നിനക്ക് എന്നും പ്രകാശിക്കണം. ഹല്ലേലൂയ. കർത്താവിനെ നമ്മളെ നക്ഷത്രത്തോട് ഉപമിച്ചത്. നക്ഷത്രമൊക്കെ വളരെ ദൂരത്തിൽ നിന്ന് പ്രകാശം നൽകുന്നു. ദൂരത്തിൽ ഇരിക്കുമ്പോഴും നീ നിന്റെ അടുത്തൊന്നും ആരും വരണ്ട. നീ ദൂരെ ഇരിക്കുമ്പോഴും നിന്റെ ശോഭ അത്ര വലുതായത് കൊണ്ട് ഹല്ലേലൂയ, നീ ഒന്നും പറയാതെ തന്നെ, ഒന്നും ഞാൻ കാണിക്കട്ടെ, ഒന്നും പറയണ്ട, പറയാതെ തന്നെ നിന്റെ ജീവിതം കണ്ട് അനേകര് കർത്താവിനെ അറിയാനിടയും. ഹല്ലേലൂയ. വേണമെങ്കിൽ ഒരു വാക്യം കാണിക്കാം, നിങ്ങൾ പിണങ്ങരുത്. ഇരമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കും 31-ാം അധ്യായത്തിന്റെ 33, 34, 35 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് പ്രവാചകൻ പറഞ്ഞതാണ്, ചുമ്മാ വായിട്ട് അലച്ചോണ്ട് നടക്കരുത്. ഈ അലയാണ് നമ്മളെ ആരെയും ഇങ്ങോട്ട് കയറ്റാൻ സമ്മതിക്കാത്ത. വരുന്നവൻ കണ്ടീഷൻഡ് ആയിട്ട് അക്കരുത്. യു ഷോ യുവർ ലൈഫ് ദാറ്റ് യു ആർ ലിവിംഗ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് ജീവിക്കുന്നെന്ന് വാക്കുകൊണ്ട്, വേഷവിധാനങ്ങൾ കൊണ്ടല്ല, വാക്കുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, രീതികൾ കൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തേ. ആരെ ഉപദേശിക്കേണ്ടി വരത്തില്ല. ആരെ ഉപദേശിക്കേണ്ട എന്ന് പ്രവാചകൻ പറയുന്നത്. കാണിച്ച മക്കളെ വേഗത്തിൽ. ഇത്രയും പേര് ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ട് പറയാതിരിക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പരസ്യയോഗങ്ങൾ നടക്കുന്ന സമയം? ഇപ്പം അവിടെ നിന്ന് പാട്ട് പാടിയിട്ട് എല്ലാവരും അങ്ങ് പോവുക വീട്ടിൽ. ആര് കേട്ടു? പ്രോഗ്രാമായിട്ട് മാറാനല്ല, ലൈഫ്. ദിസ് ഇസ് ലൈഫ്. ഇത് പ്രോഗ്രാമാ. കവലപ്രസംഗങ്ങൾ പ്രോഗ്രാം ആക്കാതെ, പല കാര്യങ്ങളും പ്രോഗ്രാം ആക്കാതെ ലൈഫിൽ കൂടുന്ന പുറത്തോട്ട് കൂടതേ കാണിക്കുമോ? ഇന്നത്തെ ദിവസം യെരമ്യാവ് 31 ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ച് കേൾപ്പിച്ചേ.
ഇനി ഇത് വന്നില്ല. 33 33 തൊട്ട് കാണിച്ച്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം, ഇത് പറയുന്ന ഉടനെ ന്യായപ്രമാണ കാലം കഴിഞ്ഞ ശേഷം, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം പറഞ്ഞേ അവരുടെ ആരുടെ ഉള്ളില്, ഇതൊന്നും പാലിക്കാൻ വയ്യാത്തവന്റെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എഴുതുക ചെയ്യുന്നത്. ആരെഴുതി? തമ്പുരാൻ എഴുതും. നമ്മുടെ അകത്ത് എഴുതിയിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമായി ഇരിക്കുന്ന കർത്താവിന്റെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. യഹോവ എന്നുള്ള വരുന്നത് ഡാർബി സാഹിബിന്റെ ട്രാൻസ്ലേഷൻ കൊണ്ട് അങ്ങനെ വരുന്ന കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും. അയ്യോ, ഒന്ന് വായിക്കുക. നീ പറയാതെ തന്നെ അവരെ അറിയാനാ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി. അപ്പുറത്തെ ആളെ ഒന്ന് നോക്കിയിട്ട് പറയാം, ഒറ്റവനാടെ പാപം ഓർക്കത്തില്ലെന്ന് തമ്പുരാൻ പറഞ്ഞത്. ഓർക്കുകയില്ല എന്ന് കർത്താവിന്റെ. അങ്ങനെ തീർത്തില്ല. എബ്രായ ലേഖനക്കാരൻ അതിന് പൊക്കിയെടുത്തോളുന്നു. എടുത്തിട്ട് 8-ാം അധ്യായത്തിൽ എഴുതി വെക്കുകയാണ്. 10-ാമത്തെ വാക്യം തൊട്ട് വായിച്ച വേഗത്തിൽ. എബ്രായർ 8. ഈ കാലഘട്ടത്തിലെ എബ്രായ ലേഖനക്കാരൻ പൗലോസ് എഴുതിയതാണ് വെപ്പ്. എബ്രായ ലേഖനക്കാരൻ അതേ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് പറയണം, പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിട്ട് പറയണം, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും. അടുത്തത്, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ യഹോവ പോയത് ഇവിടെ? അത് കാണിക്കേണ്ടവനെ ഇവിടെ കാണിച്ചു. കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയല്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. അടുത്ത ആളോട് പറഞ്ഞ്, ഒന്നും പറയാതെ അറിയിക്കുന്നതിന്റെ പേരാണ് ദൈവരാജ്യം. നമ്മൾ അറിയിക്കാനാണ് പണി, ശ്രമമെല്ലാം നടത്തുന്നത് അറിയിക്കാൻ വേണ്ടി. ഒന്നുമല്ല, നീ ജീവിച്ചാൽ മതി. നീ യേശു കർത്താവിൽ ജീവിച്ചാൽ എല്ലാവരും അറിയും. 10-ാം അധ്യായത്തിലേക്ക്, 10-ാം അധ്യായം 17-ാം വാക്യം. 10-ാം അധ്യായം വേഗത്തിൽ കാണിച്ച്. അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. അടുത്ത് മുമ്പോട്ട് പോട്ടെ. എന്നാൽ ഇവിടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? യേശു ക്രൂശിൽ യാഗമായി തീർന്നു. ഇനി ഒരു യാഗം അവശേഷിക്കാത്തത് കൊണ്ട് ചാക്കോച്ചാൻ പറഞ്ഞിടത്തോട് വന്ന് നിർത്തി ഞാൻ പറയാമാണ്, ദൂതന്മാരെ കണ്ടും അല്പം താഴ്ത്തി നമ്മളെ മനുഷ്യരെ സൃഷ്ടിച്ചെങ്കിൽ യേശു കർത്താവ് വന്ന് കുരിശിൽ മരിച്ചത് കൊണ്ട് ദൂതന്മാരുടെ മുകളിലാക്കി നമ്മളെ. മുകളിലാക്കിയപ്പോൾ കൊരിന്ത്യ ലേഖനത്തിൽ പറയാണ്, അതുകൊണ്ട് ദൂതന്മാരെ നീ വിധിക്കും, നീ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് രാത്രിയിൽ ഇവിടെ ആരാധനയ്ക്ക് വന്നപ്പോൾ വഴിയിലൊന്നും അപകടം ഉണ്ടാകാതിരിക്കുവാൻ നീ ദൂതന്മാരെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. നീ വരുന്ന വഴിയിൽ പാമ്പ് കടിക്കാതിരിക്കുവാൻ ദൂതന്മാരുടെ കാവൽ നിന്റെ അവകാശമാണ്. നിന്റെ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോകാതിരിക്കുവാൻ ദൂതന്മാരുടെ കാവൽ നിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപത്തോടെ ജീവിക്കുവാനാണ് യേശു വന്നത്. അത് കളയല്ലേ. അടുത്തെനിക്ക് കൈ കൊടുത്തിട്ട് പറയാം, അത് കളയല്ലേ, കളഞ്ഞു ഒളിപ്പിക്കരുത്. വേണ്ടാധീനം കാണിച്ചും പറഞ്ഞും അത് കളയല്ലേ. നിന്റെ ഈ തുക്കട സംസാരത്താൽ ദൈവത്തിന്റെ മഹാരാജ്യത്തിന്റെ പ്രൗഢിയെ നീ കളയരുത്. ഈ ക്രിസ്മസിന്റെ സന്ദേശം ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതം എല്ലാ ദിവസവും ക്രിസ്മസ് ആക്കിക്കേ. എല്ലാ ദിവസവും ഇറച്ചി. ഇന്ന് മാത്രമല്ല ഇറച്ചി വെട്ടിട്ട്, 25-ാം തീയതി മാത്രമല്ല ഇറച്ചി. എല്ലാ ദിവസവും ആഘോഷകരമായി ജീവിക്കുക. ഉള്ളതുപോലെ ഓണമൊന്നുമല്ല നമ്മുടേത്, അങ്ങനെയല്ല. നമ്മുടെ ജീവിതം രാജകീയമായ ജീവിതമാക്കി മാറ്റും. ഒന്നിനും കുറവില്ല. കാര്യം അവനാണ് നമ്മുടെ ഉത്തരവാദി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദാരിദ്ര്യം പറയരുത്, പറഞ്ഞ് പഠിക്കരുത്. മറിച്ച് ക്രിസ്തുവിന്റെ സമ്പന്നത നീ വിളിച്ചു പറഞ്ഞ്, രോഗം നീ പറഞ്ഞ് പഠിക്കരുത്. 60 രോഗം വരുമെന്നല്ല പറയണ്ടേ. 70 പ്രായമായില്ലേ? അല്ലല്ല, പ്രായമാകാനല്ല നീ പഠിക്കണ്ടേ. കർത്താവിനെ കാത്തിരിക്കുന്നവർ ഹല്ലേലൂയ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് നീ കണ്ടേ.
ഇപ്പൊ തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ കൊളസ്ട്രോളിനെ പുറത്താക്കും. നിന്റെ ഡയബറ്റിക് 300 എന്ന് പറഞ്ഞ് രസിച്ച് ചിരിച്ച് കളിച്ച് ആസ്വദിച്ചിരിക്കാതെ പുറത്താക്കും. നിന്റെ ബ്ലഡ് പ്രഷറിനെ പുറത്താക്കും. നിന്റെ ക്യാൻസറിനെ പുറത്താക്കും. നിന്റെ എല്ലാ വ്യാധികളെ പുറത്താക്കും. നിന്റെ വ്യാധികളെയും ആകുലതകളെയും വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ കയറി. യെശയ്യാ പ്രവാചകൻ മത്തായിയുടെ സുവിശേഷം 8-17 വാക്യത്തിൽ പറയുന്ന നിന്റെ സകലത്തിനെ വഹിച്ചുകൊണ്ടാ അവൻ കുരിശിൽ കയറാൻ വേണ്ടി വന്നത്. അത് അവൻ സാധ്യമാക്കി. യോഹന്നാൻ 19:30 അവൻ പറഞ്ഞു സകലതും നിവൃത്തിയായി. And he has done everything. And he said it is finished. മനസ്സിലാക്കുന്നുണ്ട്. അവൻ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി. കർത്താവിനെ നോക്കി കർത്താവ് പറയും ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ സകലതും തീർത്തു. എന്നിട്ട് അവന്റെ തല തോളിലേക്ക് ചായ്ച്ച് ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ അധികാരം ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുമെന്ന് പറഞ്ഞ് ബോഡി ഓഫ് ക്രൈസ്റ്റിന്, യേശുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് അധികാരം വന്നപ്പോൾ മുമ്പേ പറഞ്ഞില്ലേ അവൻ ദൈവമായിട്ടല്ല ഇനി ഇരിക്കുന്നത്, അവൻ എൻ്റെ അപ്പാ പിതാവേ എന്ന് പറയുന്നതിന് ആ നിലയിലേക്ക് എനിക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വൃത്തിയായിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങൾ. അത് പറഞ്ഞാൽ ഏതാണ്ട് കുഴപ്പം വരുമെന്ന പലരും വിചാരം. ഒന്നുമല്ല, അതാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ വായിൽ പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അതല്ലേ ഉള്ളൂ. ആരൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് ഇൻജക്ട് ചെയ്ത് കയറ്റി അത് പറഞ്ഞാൽ കുഴപ്പം അല്ല. അതാടാ ഞാൻ പറയുമ്പം എൻ്റെ സഹോദരങ്ങൾക്ക് ചേർന്ന് പറയാൻ പറ്റുന്ന പ്രാർത്ഥന. അത് നിർത്തിയതാണ് നമ്മുടെ അപകടം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരുടെ പിതാവേ? ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരുടെയും അപ്പനെ നോക്കിയാ വിളിക്കുന്നത്. സ്വർഗസ്ഥനായ യേശു പറയുന്നു നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം ഞങ്ങളുടെ ഉള്ളിൽ വരണമേ, സ്വർഗത്തിലെ പോലെ നിന്റെ ഇഷ്ടം ഈ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ള ആഹാരം അവിടുന്ന് നൽകി തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണം. പേടിയാ, അത് പറയാൻ പേടിയാ. കാര്യം കടം നീ ഇതുവരെ തീർത്തിട്ടില്ല. അമ്മ കടക്കാരനെ കാണുമ്പോൾ കൊങ്ങായിക്ക് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പേടിയാ. അല്ല, നിന്റെ കടങ്ങളെ തീർത്തത് കൊണ്ട് നിന്റെ കടക്കാരോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയും. ഇവിടെ പറയുന്ന രാജ്യവും ശക്തിയും മഹത്വം പറഞ്ഞ് എന്നേക്കും നിനക്കുള്ളതാണ്. അത് പറയാനാ ബുദ്ധിമുട്ട്. അതന്നെ അവൻ്റെതാണ് ഈ രാജ്യം എന്ന് പറയാനാ ബുദ്ധിമുട്ടില്ലേ പറഞ്ഞത്. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളത്. പെന്തക്കോസുകാരല്ലാത്തവരൊക്കെ ഒന്ന് ചേർന്ന് പറഞ്ഞേ, നിന്റെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. ഒരു വിഭാഗ്യതയുമില്ല. ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. യേശു തലയാണെങ്കിൽ നമ്മളെല്ലാവരും വിഭാഗ്യത ഉണ്ടാക്കരുത്. ഇതിനകത്ത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ അവന്റെ ജനനത്തെയും അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും അവന്റെ വരവിനെയും ഞങ്ങൾ ആഘോഷമാക്കും. ഹല്ലേലൂയ. Thank you Jesus, and thank you Lord for this beautiful night where your name is being exalted. നിന്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നത്. അവിടുന്ന് നിന്റെ നാമത്തെ ഞങ്ങൾക്ക് തന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ആ കരങ്ങളെല്ലാം ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ വേണ്ടി. രക്ഷയായ ദൈവം അവൻ എൻ്റെ കോട്ടയാകുന്നു, അവൻ എൻ്റെ സങ്കേതമാകുന്നു, അവനിൽ എൻ്റെ ആശ്രയമായതുകൊണ്ട് യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. കൈകളെല്ലാം തട്ടിന്ന് പറഞ്ഞേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ള തേജസ്സിൽ വാസം ചെയ്യുന്ന തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാം. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരുന്നതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപ പെരുന്നതിയേ. അനുദിനം പാദം ഗതിയേ, അതിയാനുവിൻ കൃപമതിയേ. അനുദിനം നിൻ പാദം ഗതിയേ, അതിയാനുവിൻ കൃപമതിയേ. വിനകൾ വന്നിടുവിൽ വരയുകയിൽ എൻ ഹൃദയം വല്ലഭൻ നീ എന്നഭയം
ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ. എല്ലാ കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഹല്ലേലൂയ. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ ഇതിനകത്ത് നിന്ന് കയറി വരുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്കൊരു മറ്റൊരു സുവിശേഷം പോലെ തോന്നില്ല. ചങ്കിന്ന് ഞാൻ പറയാണ്, യേശുവിൻ്റെ രക്തമാണ് നമ്മളെല്ലാം വീണ്ടെടുത്തത്. പക്ഷെ അതിനപ്പുറത്തായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു രാജ്യം അവൻ തന്നിട്ടുണ്ട്. ഒത്തിരി പേർ രാജ്യത്തിന്റെ പുറത്ത് നിന്ന് രാജ്യത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അല്ലല്ല, രാജ്യം ശിഷ്യന്മാർക്കും ഭയങ്കര സംശയമായിരുന്നു. ഇതെവിടെ ഇത്? You've been saying this about this kingdom. Where is this kingdom? അതാ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വ്യക്തമായി യേശു പറയാണ്, ആ രാജ്യം നിന്നിലും നിങ്ങളുടെ ഇടയിലും ഇരിക്കും. അത് പൂർണ്ണമായി അവൻ സ്ഥാപിതമാക്കിയെന്ന് ഉള്ളതിന്റെ അടയാളമാണ് സഹോദരങ്ങളെ, കല്ലിന്റെ മേൽ കല്ല് അവശേഷിക്കാതെ യെരുശലേം ദേവാലയം തകർന്നു പോയത്. അടുത്തിരിക്കുന്ന ആളോട് പറ, യെരുശലേം ദേവാലയം തകർന്നു പോയത് കല്ലിന്റെ മേൽ കല്ല് അവശേഷിക്കാതെ. അതിന്റെ അർത്ഥം ഇനി ഒരു യാഗമില്ല. യാഗത്തിന്റെ അവസാനമായി പരമയാഗമായി തീർന്നവൻ യേശു. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് യെരുശലേം ദേവാലയം പണിയാൻ പോകരുത്. അവൻ ആലയമെല്ലാം കൈപ്പണിയായിട്ടുള്ളതെല്ലാം നിർത്തി എന്നെ നിന്നെയും ആലയമാക്കി തീർത്തു. അതുകൊണ്ട് പറഞ്ഞ രാജ്യം എവിടെയാ? രാജ്യം നിന്റെ അകത്ത്, എൻ്റെ അകത്താണ്. നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് രാജ്യമാണ്. എക്ലേഷ്യ എന്ന് പറയുന്നതാണ്. എക്ലേഷ്യ തീരുമാനമെടുക്കാൻ പറ്റുന്നതാണ്. ഈ ദേശത്ത് എന്തു സംഭവിക്കണം തീരുമാനമെടുക്കേണ്ട സഭയാണ് തകർന്നു പോകുന്നത്. അമേരിക്കൻ കൗണ്ടി എന്ന് പറയാം, കൗണ്ടിയാ തീരുമാനമെടുക്കുന്നത്. ഇവിടെ ഗ്രാമക്കൂട്ടങ്ങളുണ്ട്, ആ പഞ്ചായത്ത് തീരുമാനമെടുക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ മക്കളാകുന്ന നമ്മൾ കൂടി വരുമ്പം തീരുമാനം എടുക്കാത്തതാണ് നമ്മുടെ അകത്തെ ചേരിതിരിവുകൾ. ആ ചേരിതിരിവ് വിട്ട് രാജ്യത്തെ പ്രകടമാക്കിക്ക്, പ്രസിദ്ധമാക്കി. അവരവരുടെ രാജ്യം പണിയാനല്ല കർത്താവ് വിളിച്ചത്. അവനൊരു രാജ്യം പണിതിട്ടുണ്ട്. അതിനകത്തെ കല്ല് കയറ്റുക, കല്ലിളക്കിക്കൊണ്ട് പോകാതെ. എവിടെയെങ്കിലും പരിശുദ്ധാത്മാവ് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നോണം, അതിനകത്ത് ഇരുന്ന് വളർന്നോണം. വളരാൻ പറ്റത്തില്ലേ? കർത്താവിൻ്റെ ആത്മാവോട് പറയുക, കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പരുവമുള്ളിടത്ത് കൊണ്ടിരുത്തും. എല്ലാ ദിവസവും ഓടി ഓടി നടക്കാതെ ഒരിടത്തിരുന്ന് വളരുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറ, കൈയൊക്കെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിടത്തിരുന്ന് നീ കർത്താവിൽ വളർന്നോണം. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനോട് ധൈര്യമായിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ്, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. ഹലോ, എനിക്ക് ഒറ്റ അപ്പനും അമ്മയുമേ ഉള്ളൂ. ജനിപ്പിച്ച അപ്പനും അമ്മയും ഇല്ല, മരിച്ചുപോയി. ആത്മാവിൽ എനിക്കുള്ള അപ്പനാണ് നിൽക്കുന്നത്. എൻ്റെ ധൈര്യം എനിക്ക് അപ്പനുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ധൈര്യം വരണം. ഞാനൊരു കാര്യം പറയാം, അപ്പനുള്ളവൻ അവൻ്റെ ലക്ഷ്യം കണ്ടെത്തിയവനാണ്. ഒത്തിരി പേർക്കും അത് ഇല്ലാത്തതുകൊണ്ട് ലക്ഷ്യം തെറ്റി നടക്കുന്നത്. യു നീഡ് എ ഫാദർ. അതുകൊണ്ട് കത്തോലിക്കരും അവരൊക്കെ അച്ഛ ഫാദർ എന്ന് ചർച്ചിനകത്ത് വിളിപ്പിച്ചത് നമ്മൾ പ്ലാസ്റ്ററാക്കി. ആരാ ഏതാ ഒന്നും അറിയത്തില്ല. അപ്പ എന്ന് വിളിക്കാൻ ആരെങ്കിലും ഉണ്ടോ മോനെ? അപ്പുറത്തിരിക്കുന്നതിനോട് ചോദിച്ചത്, നിനക്ക് അപ്പ എന്ന് വിളിക്കാൻ ആത്മീയമായി പിതൃത്വമുണ്ടോ? നിനക്ക് അപ്പച്ച എന്ന് വിളിക്കാൻ നിനക്കൊരു പിതാവുണ്ടോ? ഇല്ലാത്തതാണ് നിന്റെ അപകടം. അതിനകത്തേക്ക് കയറി വരിക. അപ്പോൾ നിന്റെ ലക്ഷ്യം നിനക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ നീ അനാഥനായി നടക്കും. നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ അപകടം അനാഥത്വമാണ്. ആരാ എന്തോന്നും അറിയത്തില്ല. അനാഥന്മാരായിട്ട് നടക്കാനല്ല നമ്മളെ വിളിച്ചത്. ഞാൻ ഈ അടുത്ത സമയത്തെല്ലാം കാണും ഈ അനാഥത്വത്തിന്റെ ആത്മാവ് എന്തോ ഒരു അപകടമെന്നറിയോ? ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. തോന്നിയതുപോലെ നടക്കുക. അല്ലല്ല, യു നീഡ് എ ഫാദർ. അടുത്തിരിക്കുന്ന ആളുടെ പറയാം, അപ്പൻ വേണം, അപ്പൻ വേണം. കണ്ടാൽ അറിയണം നിനക്ക് അപ്പനുണ്ടെന്ന്. ഊലിക്കെടുത്ത് അപ്പനൊന്നുമല്ല ഏതാ. അതുകൊണ്ട് ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിക്കുവാണെങ്കിൽ അപ്പനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു, ഇത് വിളിച്ചോണ്ട് പോത്തുമില്ല. അങ്ങനത്തെ അപ്പനല്ല. ആത്മീയമായി എനിക്കൊരു കാര്യം പറയാം, ഞങ്ങൾ തമ്മിൽ പോയിരുന്ന ഒരു ഡിബേറ്റും ഇല്ല, ഒരു ചർച്ചയുമില്ല, വേദോസം ചർച്ച ചെയ്യാറില്ല. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഒരു പ്രാർത്ഥനയുടെ കവചം എൻ്റെ മേലുണ്ട്. എൻ്റെ ധൈര്യം അതാണെന്ന്. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ധൈര്യം എനിക്കൊരപ്പനുണ്ട്, അമ്മയുണ്ടെന്നുള്ളത്. ഞങ്ങളെ അങ്ങനെ നിർത്തിയത് കൊണ്ട് തന്നെ ഇന്ന് ധൈര്യമായിട്ട് ഞാനിവിടെ നിന്നോട്ട് പറയും, അനാഥത്വത്തെ സനാഥത്വത്തിലേക്ക് നടത്തുന്ന ചിന്തയിലേക്ക് നീ കയറി വരിക. ആർക്കും പിടികൊടുക്കാതെ നീ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രായി.
ആർക്കും കീഴ്പ്പെടാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്ര? ഈ ക്രിസ്മസ് കാലയളവില്ലെങ്കിലും യേശുവിന് പറയാൻ അപ്പനുണ്ട്. അതാ നമുക്ക് കാണിച്ചത് സ്വർഗീയ പിതാവിന്. വളർത്തപ്പനുമുണ്ട് ജോസഫ്. ചുമ്മാ അതൊന്നുമല്ല, 30 വർഷം അവിടെ അപ്പന്റെ കൂടെ ഇരുന്ന പറയാനുണ്ട്. പറയാനുള്ളവനാണ് നമ്മുടെ ഈ രക്ഷകനാകുന്ന യേശു. ഇന്ന് വ്യക്തിപരമായി ഒന്ന് ആലോചിച്ച്, അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനോട് പറ, എനിക്കും വേണം ഒരപ്പൻ. അപ്പൊ നിന്റെ മീശവിരിയും നിന്റെ വേണ്ടാധീനങ്ങളെല്ലാം നിൽക്കും. കാര്യം ഒരു ഒഴുക്ക് സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പറയുന്നതന്നെ പറയാം, ചുമ്മാ സമയം പോകുന്നെങ്കിലും ഞാൻ പറയുകയാണ്. കഴിഞ്ഞ ദിവസം വഴിയിൽ കൂടി പോയ ഒരാള് ഡാനിയെ കണ്ടിട്ട് ചോദിച്ചിട്ട് എൻ്റെ ഇടയിലേക്ക് കയറി. അയാള് ഒറീസ, എവിടുത്തുകാരനായിരുന്നു ഡാനി? ഒറീസക്കാരനാണ്. ഒറീസയിൽ നിന്ന് വന്ന പാസ്റ്റർ മണിപ്പൂരല്ല, ഒറീസയിൽ നിന്ന് വന്ന ഈ പാസ്റ്റർ ഇപ്പൊ പായിപ്പാട്ടും കറുകച്ചാലും ചർച്ചിന്റെ പാസ്റ്ററാണ്. അയാളുടെ ചർച്ചിനകത്ത് 150-ലധികം ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ആ ചർച്ചിനകത്തുണ്ട്. വേറൊരു ചർച്ച് കാണിച്ച് 10,000 പേരുള്ളത് പെരുമ്പാവൂർ ആ സൈഡിലും കണ്ടുള്ള ചർച്ച് അവർ കാണിക്കുകയായിരുന്നു. എൻ്റെ നിങ്ങൾ മനസ്സിലായോ? എങ്ങാണ്ടത്ത് കിടക്കുന്ന ആൾ ഇവിടെ വന്നേച്ച് അവരെ നമ്മളിവിടെ വിഭാഗ്യത ഉണ്ടാക്കുക എല്ലാ ദിവസവും, ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, ഇവിടെ ഒരുത്തൻ നന്നായി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുക. അതല്ല വേണ്ടത്. വളരട്ടെ ദൈവരാജ്യം, വളരട്ടെ. ഒന്ന് കൈ പിടിച്ചു പറ ഹല്ലേലൂയ. ദൈവരാജ്യത്തെ വളർത്തുന്നവരായി ഈ ക്രിസ്മസിനകത്ത് ദൈവരാജ്യത്തെ വളർത്തുന്നവരായിട്ട് നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് ഓരോരുത്തരും ചെയ്യട്ടെ വേലകൾ. എന്തോ ഭയങ്കര സന്തോഷം. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്നോട് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, പണ്ട് ബിലീവേഴ്സ് ചർച്ചിനകത്തായിരുന്നു KP യോഹന്നാന്റെ കാര്യമൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു പറയാ. അവിടുത്തെ ഒരു അച്ചായനുണ്ട്, അച്ചായൻ അമേരിക്കയിലുള്ള ഒരാള് 5 ബെഡ്റൂമുള്ള വീടാ കൊടുത്തത് എന്നോട് പറയുക. ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ആ വീട് തുറന്നു കയറിയത് ആരാന്നറിയാമോന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് ചോദിക്കുക ആരാന്ന്. ഞാൻ പറഞ്ഞു ഞാനാന്ന് പറഞ്ഞു. ആ വീട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അതിന് അതിശയമായി അതെങ്ങനെ വന്നത്. ഞാൻ പറഞ്ഞു ഇപ്പം വിളിച്ച് കാണിച്ചു. നിനക്ക് പിതൃത്വമുണ്ടെങ്കിൽ എതുവഴിയോ പോകുന്നവൻ പോലും നിനക്ക് സന്ദേശവുമായി എത്തും. പ്രാർത്ഥനയുടെ വില. ഇന്ന് പ്രാർത്ഥന കവചമില്ലാത്തവരൊക്കെ ആഗ്രഹിച്ച്, കർത്താവേ ഏതാണ്ട് പാസ്റ്ററല്ല, ആരാണ്ട് വഴിപോക്കനല്ല, വല്ലപ്പോഴും വരുന്ന പാസ്റ്ററല്ല, നിനക്ക് ആത്മീയമായ ഒരു പിതാവ് ഉണ്ടാകണം. കുറ്റിയും പറിച്ച് അതുവഴി ഇതുവഴിയിൽ നടക്കാതെ, അടുത്തിരിക്കുന്ന ആളോട് കുറ്റിയും പറിച്ചും അതുവഴിയിൽ നടക്കാതെ ഒരു പിതാവിന്റെ കീഴിൽ ഒരാശ്രയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എനിക്ക് തന്നിരിക്കുന്ന ഈ വലിയ പിതൃത്വത്തിനായി, മാതൃത്വത്തിനായി ഞങ്ങൾ നന്ദി പറയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കർത്തൃത്വം വരുവാൻ അങ്ങനെ ഒരു സാഹചര്യത്തെ തന്നതുകൊണ്ട് ഞാൻ സ്തോത്രം പറയും. ഹല്ലേലൂയ. ഞാൻ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അല്ലാത്ത ആരെങ്കിലും ഉണ്ട്, അനാഥത്വത്തിൽ നിൽക്കുന്നവരോട് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവെ ഇന്ന് രാത്രിയിൽ അവരുടെ സനാഥത്വത്തിലേക്ക് വരുവാൻ കർത്താവെ അങ്ങയുടെ പുത്രന്റെ ആത്മാവിനെ പകർന്ന് അവരുടെ കർത്താവെ എല്ലാ അനാഥ അവസ്ഥകളും മാറി അവർ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ മഹിമ കണ്ടവരായി നിൽക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.